തായ്വാനിലെ ഫുജിയാൻ ഗ്രാമത്തിൽ ഒരിക്കൽ മബാഹു എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ ജ്ഞാനിയും ദയയുള്ളവനും സൗഹൃദങ്ങൾക്ക് വളരെയധികം വിലമതിക്കുന്നവനുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു വിരുന്ന് സംഘടിപ്പിക്കുകയും എല്ലാ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ക്ഷണിക്കുകയും ചെയ്തു. എല്ലാവരും പരിപാടിയിൽ സംബന്ധിച്ചു. ഏറെ സമയം അവിടെ ചെലവഴിക്കുകയും സ്വാദിഷ്ടമായ ഭക്ഷണപാനീയങ്ങൾ മതിവരുവോളം കഴിച്ച് മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം വിരുന്നിൽ പങ്കെടുത്ത മബാഹുവിൻ്റെ ഒരു സുഹൃത്തിന് കലശലായ വയറുവേദന പിടിപെട്ടു. ഇന്നലത്തെ സൽക്കാരത്തിൽ നിന്ന് കുടിച്ച വൈനിൽ സ്വർണ്ണ നിറമുള്ള ഒരു ചെറിയ പാമ്പിനെ കണ്ടുവെന്നും കുടിച്ചതും പാമ്പിനെ ശ്രദ്ധിച്ചതും ഒപ്പമായതിനാൽ പാമ്പ് വയറിനകത്ത് എത്തിയെന്നും അയാൾ എല്ലാവരോടും പറഞ്ഞു. സംഭവം അറിഞ്ഞ് വിരുന്നിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദിയായി. പലർക്കും തലചുറ്റിലും വയറുവേദനയും ഛർദിയും പിടിപെടാൻ തുടങ്ങി. വിവരമറിഞ്ഞ് മബാഹു വയറുവേദന വന്ന സുഹൃത്തിനെ സന്ദർശിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അപ്പോഴേക്കും വിരുന്നിൽ പങ്കെടുത്ത ഒട്ടുമിക്ക പേർക്കും വയറുവേദന പിടിപെട്ടു. മബാഹു എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. വൈനിൽ കണ്ട സ്വർണ്ണ നിറമുള്ള പാമ്പ് അവിടെ തന്നെയുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എല്ലാവരും മബാഹുവിൻ്റെ വീട്ടിലെത്തി. മബാഹു ടേബിളിൽ വൈൻ ഗ്ലാസുകൾ നിരത്തി. അതിലെല്ലാം വൈൻ പകർന്നു. എന്നിട്ട് അതിൽ സ്വർണ്ണ നിറമുള്ള പാമ്പിനെ നോക്കാൻ പറഞ്ഞു. എല്ലാവരും ഗ്ലാസുകളിലേക്ക് നോക്കി. അത്ഭുതം! എല്ലാ ഗ്ലാസ്സിലും സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ പാമ്പ് കിടക്കുന്നു. ആളുകൾ അന്താളിച്ചു നിന്നു. മബാഹു അവരോട് വീടിൻ്റെ മച്ചിലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടെ യഥാ മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാമ്പിൻ്റെ ശില്പം തൂങ്ങിക്കിടക്കുന്നു. സ്ഫടികത്തിൽ തീർത്ത ആ ശില്പത്തിൽ നിഴൽ എല്ലാ ഗ്ലാസ്സിലും തെളിഞ്ഞു കിടക്കുന്നു. അത് കണ്ടപ്പോൾ ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തി. ആ പാമ്പിൻ്റെ പ്രതിബിംബമാണ് വൈൻ ഗ്ലാസ്സിൽ കണ്ടതെന്ന് അവർക്ക് മനസ്സിലായി. ഇതോടെ എല്ലാവരുടെയും വയറുവേദനയും മറ്റു അസ്വസ്ഥതകളും ഇല്ലാതായി. നെഗറ്റീവ് ചിന്തകൾ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പറയുന്ന മറ്റൊരു കഥയാണിത്. ശംഖവിഷമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. പാമ്പിനെ കണ്ട ആൾക്ക് വയറുവേദന സ്വാഭാവികം. കേട്ടവർക്ക് രോഗം പിടിപെടുന്നത് എന്താണ്? അനാവശ്യമായി സംശയിക്കാനിടവരരുത്. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ രോഗത്തിന് കാരണമാകുന്നു. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വിജയത്തിനും അത്യന്താപേക്ഷിതമാണ്. ആത്മവിശ്വാസം ഇല്ലാത്ത മനുഷ്യരായി മാറുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്താഗതിക്കും അനുസരിച്ച് ഭീതിയും ഭയവും കടന്നുകൂടും. അതാണ് ഒരാളുടെ ക്ലാസ്സിൽ പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റു എല്ലാവർക്കും അസുഖങ്ങൾ പിടിപെട്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.